If we look at the world, we will be distressed. നാം ലോകത്തെ നോക്കുകയാണെങ്കിൽ നാം വിഷമിക്കും. If we look within, we will be depressed. നാം നമ്മിലേക്ക് നോക്കിയാൽ നാം വിഷാദത്തിലാകും. If we look at God, we will be at rest. നാം ദൈവത്തെ നോക്കിയാൽ നാം വിശ്രമിക്കും. ലോകത്തെയും അവരെ തന്നെയും നോക്കി വിഷമിക്കുകയും വിഷാദപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നോക്കി യേശു കർത്താവ് ആഹ്വാനം ചെയ്തതത്രേ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസ്റ്റ് അഥവാ വിശ്രമത്തിൻ്റെ ഗ്രീക്ക് പദം അനപൗസോ എന്നാണ്. അതിനർത്ഥം റിഫ്രഷ് അഥവാ ചൈതന്യം വരുത്തുക എന്നാണ്. ഈ ചൈതന്യം കേവലം ശാരീരികം മാത്രമല്ല, ആഴത്തിലുള്ള ആത്മാവിൻ്റെ ചൈതന്യം കൂടിയാണ്. തിരുവെഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിശ്രമം ദൈവം സ്ഥാപിച്ച ശബത്ത് വിശ്രാമത്തിന് സമാനമാണ്. ഇത് ദൈവത്തിൻ്റെ കരുതലിലെ പൂർത്തീകരണത്തെയും സംതൃപ്തിയെയും പ്രതീകപ്പെടുത്തുന്നു. മനുഷ്യാത്മാവിൻ്റെ ആഴമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വിശ്രമമാണ് യേശു കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. യേശുവിൽ മാത്രം കണ്ടെത്താനാകുന്ന ഒരു വിശ്രമം. ഈ വിശ്രമം നമ്മുടെ മനസ്സിനും ആത്മാവിനും ഒരു ചൈതന്യമാണ്. തളർന്നും ക്ഷീണിച്ചും ചൈതന്യം നഷ്ടപ്പെട്ടും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരായി ഇന്നാരെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്കൊരു വിശ്രമം യേശു കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. മറ്റേതൊന്നിനേക്കാൾ താങ്കൾക്കിന്ന് ആവശ്യം ആത്മബലവും സംതൃപ്തിയുമാണ്. പലപ്പോഴും നാം നോക്കേണ്ട ഇടത്ത് പൂർണ്ണമായും ആത്മാർത്ഥമായും നോക്കാത്തത് നിമിത്തമാണ് വിശ്രാമം പൂർണ്ണ അളവിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നത്. 121-ാം സങ്കീർത്തനം ഒരു ചോദ്യത്തോടെയും അതിനുള്ള ഉത്തരത്തോടെയുമാണ് ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതിൻ്റെ ഉത്തരമത്രേ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നാം അവിടെയും ഇവിടെയും നോക്കാതെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കിയാൽ തിരുവചനം പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജിച്ചു പോകുവാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. ദൈവം നമുക്കൊരുക്കുന്ന വിശ്രാമത്തിലെ ചൈതന്യം പ്രാപിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ മഹത്വകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. Have a blessed day.